സച്ചിനിലേക്ക് പോകുമ്പോൾ സച്ചിൻ ഇനി ഒരാൾ കൂടി മാത്രമാണ് ആ മണ്ണിലേക്ക് മടങ്ങാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെയും അവരുടെ സംസ്കാരം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. സർവമത പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഒരുപോലെ ഒരേ നീതി എല്ലാവർക്കും ആ നിലയിൽ എല്ലാവരെയും യാത്രയാക്കുകയാണ്. അസിത, അവസാനത്തെ മൃതദേഹവും സംസ്കാരത്തിനായി കുഴിമാടത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി 8 പേരും ഈ പുത്തുമലയുടെ താഴ്വാരത്ത് അന്തിയുറങ്ങും. അത് ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാതെ ബന്ധുക്കൾ ആരെന്ന് പോലും അറിയാതെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായ മൃതദേഹങ്ങളാണ് ഇവിടെ ഇന്ന് ഏറെ വൈകിയ വേളയിലും ഈ തരത്തിലൊരു സംസ്കാരം കേരളത്തെ കരളലിയിപ്പിക്കുന്ന ഒരു സംസ്കാര ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം പല ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ പുത്തുമലയുടെ താഴ്വാരത്ത് സംസ്കാരം നടത്തിയിട്ടുള്ളത്. 8 മൃതദേഹങ്ങളും ഇന്ന് വൈകിട്ട് 9:45 കൂടിയാണ് പുത്തുമലയിൽ എത്തിച്ചത്. അതിനുശേഷം താൽക്കാലികമായി ഒരുക്കിയ പന്തലിൽ എത്തിക്കുകയും അവിടെ വെച്ച് മൂന്ന് മതവിഭാഗങ്ങളുടെ പ്രാർത്ഥന, 3 മതവിഭാഗ നേതാക്കളും ചേർന്നിട്ടുള്ള പ്രാർത്ഥന നടന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരവ് മന്ത്രി എം. രാജേഷ്, കെ രാജൻ, OR കേളു, AK ശശീന്ദ്രൻ അടക്കം ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ ആദരം അർപ്പിക്കുകയും പൂർണ്ണമായ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, സല്യൂട്ട് അടിക്കേണ്ടത് സന്നദ്ധ സേവന പ്രവർത്തകരെ തന്നെയാണ്. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സംസ്കാര ചടങ്ങിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്ത മേഖലയിലടക്കം മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഈ സംസ്കാര ചടങ്ങിലും മുഴുവൻ സമയവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ PPE കിറ്റ് ധരിച്ചുകൊണ്ട് കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് 8 മൃതദേഹങ്ങളും ഇപ്പോൾ സംസ്കരിച്ചത്. അതിന്റെ ഭാഗമായി വലിയൊരു ബിഗ് സല്യൂട്ട് ഈ സന്നദ്ധ പ്രവർത്തകർക്ക് നൽകണം. കാരണം എല്ലാ മേഖലയിലും, ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിലും അതിനുശേഷം തിരച്ചിലിനും ഇപ്പോൾ ഇതാ മൃതദേഹം സംസ്കരിക്കുന്നതിലും ഈ സന്നദ്ധ സേവന പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. കൃത്യമായ രീതിയിൽ ഉള്ള ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സംസ്കാരമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ഭാവിയിൽ ഇനി എന്തെങ്കിലും ആക്ഷേപമോ അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങളോ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ പോസ്റ്റ്മോർട്ടം നടത്തി DNA സാമ്പിൾ അടക്കം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അടക്കം ഒരു കുപ്പിയിലാക്കിക്കൊണ്ട് ഈ മൃതദേഹത്തോടൊപ്പം കുഴിമാടത്തിൽ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കുഴിമാടത്തിന് മുകളിൽ ഈ നമ്പറുകളും എഴുതിയ ഒരു തൂണും കുഴിമാടത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരെങ്കിലും അങ്ങനെ ആക്ഷേപമോ ആരോപണവുമായി എത്തുകയാണെങ്കിൽ കൃത്യമായ തെളിവുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഈ കുഴിമാടം പരിശോധിച്ചാൽ കിട്ടും. അതിന്റെ ഭാഗമായി സർക്കാർ തന്നെ കൃത്യമായി എല്ലാ നിർദ്ദേശങ്ങളും മുൻപ് തന്നെ നൽകിയിരുന്നു. കാരണം സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങ് ഇവിടെ നടന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഫ്രീസറിലടക്കം സൂക്ഷിച്ച മൃതദേഹങ്ങളാണ്. അവരെ നിരവധി ഈ മേപ്പാടി സംസ്കാരവും പൂർത്തിയായി എന്ന് തോന്നുന്നു അല്ലെ സച്ചിൻ? അങ്ങനെയാണെങ്കിൽ അവർ 8 പേരും ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. ആ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അല്ലേ? അസിത, അവസാനമായി ഉള്ള മണ്ണ് മുകളിലേക്ക് ഇടുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഏകദേശം അവസാനത്തെ കുഴിമാടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മണ്ണ് മുകളിലേക്ക് ഇട്ട് പോസ്റ്റ്, അവിടെ ഒരു നമ്പർ എഴുതിയ പോസ്റ്റ് കൂടെ സ്ഥാപിച്ചാൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇനിയും തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ മേപ്പാടിയിലെ മോർച്ചറിയിൽ ഉണ്ട്. അതിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുമെന്നാണ് നേരത്തെ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ നടത്താൻ വേണ്ടിയുള്ള ആദ്യഘട്ട ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം ആക്ഷേപങ്ങളോ അതുപോലെ തന്നെ ടെസ്റ്റുകൾ, DNA ടെസ്റ്റ് അടക്കം നടത്തിയതിനു ശേഷം കൃത്യമായി എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് മാത്രമേ ഈ സംസ്കാരം നടത്താൻ പാടുള്ളൂ. ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര വൈകിയ വേളയിലും ഒരുമിച്ച് ഈ പുത്തുമലയുടെ താഴ്വാരത്ത് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കാരണം
എല്ലാ മേഖലയിലും, അതായത് സർക്കാരിന്റെ മുഴുവൻ വകുപ്പുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിന് സമാനമായ രീതിയിൽ ഈ മേപ്പാടി മേഖലയിലെ സന്നദ്ധ സേവനത്തിനെത്തിയ പ്രവർത്തകരും കൈകോർത്തുകൊണ്ടാണ് ഈ ജാതിയുടെ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാതെ 8 മൃതദേഹങ്ങൾ ഈ പുത്തുമലയുടെ താഴ്വാരത്ത് അന്തിയുറങ്ങുന്നത്. ഈ ഭൂമിക്കും ഒരു പ്രത്യേകതയുണ്ട്. 2019 ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണ് ഈ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് നിരവധി ജീവനുകൾ പൊലിഞ്ഞിരുന്നു. ഈ ഹാരിസൺ ഭൂമിയിൽ 64 സെന്റ് ഭൂമിയിലാണ് ഈ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി ഹാരിസൺ വിഭാഗം ഇത് വിട്ടു നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകിട്ടോടുകൂടി ആദ്യഘട്ടത്തിലുള്ള 8 മൃതദേഹങ്ങൾ, ഇന്ന് 9 മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് അവസാനം തീരുമാനമായതെങ്കിലും അവസാനം ചാലിയാറിൽ നിന്നും ലഭിച്ച മൃതദേഹം തിരിച്ചറിയുകയും അതിന്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള 8 മൃതദേഹങ്ങൾ, തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങൾ രാത്രി 9:45 ഇവിടെ എത്തിക്കുകയും 10 മണിയോടുകൂടെ സർവ്വമത പ്രാർത്ഥന ആരംഭിച്ചു. 3 മതവിഭാഗത്തിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ആദ്യം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും പിന്നീട് ഹിന്ദു മതത്തിലെയും അവസാനം മുസ്ലിം വിഭാഗത്തിലെയും ആളുകൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥനകൾ, യാതൊരു തീർച്ചയായും സച്ചിൻ ആവർത്തിച്ചു പറയുന്നത് പോലെ തന്നെ പിന്നീട് യാതൊരുവിധ പരാതികളും ആക്ഷേപങ്ങളും ഉയരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വിശ്വാസത്തിന്റെയും ഭാഗമായി അത്തരത്തിൽ അവർക്ക് യാത്രാമൊഴി ഏകിയത്. 8 പേരെയും ഒരുമിച്ചാണ് അങ്ങനെ അവർക്ക് അവസാനത്തെ ശുശ്രൂഷകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകളും അങ്ങനെ നൽകിയത് ഒരുമിച്ചാണ്. ഇപ്പോൾ 8 പേരുടെയും സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. ഹാരിസൺ നൽകിയ ഭൂമിയിൽ അവർ ഇനി ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കുഴിമാടത്തിന് സമീപം നാട്ടിയിരിക്കുന്ന ഒരു കല്ല്, അത് അവരെ പിന്നീട് തിരിച്ചറിയാനുള്ളതാണ്. അതിലൊരു നമ്പർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആ നമ്പർ നോക്കി ആരാണ് അതിലുള്ളിലുള്ളത് എന്ന് കൃത്യമായി പിന്നീട് തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ അവർക്ക് അടയാളം രേഖപ്പെടുത്തുക കൂടി ചെയ്യുന്നത്. അങ്ങനെ അവരെ തിരിച്ചറിയാൻ പാകത്തിൽ ആ മൃതദേഹത്തിൽ നിന്നും കിട്ടിയ വസ്തുക്കളടക്കം ആ കുഴിമാടത്തിലുണ്ട്. അങ്ങനെ പിന്നീട് ഇപ്പോൾ അവരാരെയും തിരിച്ചറിഞ്ഞിട്ടില്ല, അവരുടെ ബന്ധുക്കൾ ആരും ഒപ്പമില്ല, അവരുടെ സുഹൃത്തുക്കൾ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഈ അടക്കം ചെയ്തവർ തങ്ങളുടെ ഉറ്റവരായിരുന്നുവെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അവരെ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്തുക്കളടക്കം ആ കുഴിമാടത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. ആരുടേതൊക്കെയാണ് അത് എന്ന് തിരിച്ചറിയാനാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ കല്ലിൽ നമ്പർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അവരെ തിരിച്ചറിയാനുമാകും. അങ്ങനെ 8 പേരെയും ഒരുമിച്ച് യാത്രയാക്കിയിരിക്കുകയാണ്. വയനാടിനൊപ്പം കേരളവും ഒരുപോലെ അവർക്ക് യാത്രാമൊഴി ഏൽക്കുകയാണ്. നമ്മുടെ മനസ്സും ഒരുപോലെ തേങ്ങുകയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ സമാനമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. സന്തോഷിക്കാനായുള്ളതൊന്നും അവിടെ നിന്ന് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരു ബാക്കി വെപ്പുകളും ആ ഭൂമിയിലില്ല. എല്ലായിടത്തും വിങ്ങൽ മാത്രമാണ്, എല്ലായിടത്തും കണ്ണുനീർ മാത്രമാണ്, എല്ലായിടത്തും ഗദ്ഗതങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മളും അതിൻ്റെയൊക്കെ ഭാഗമായി മാറുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ അനാഥരായി അവിടെ കഴിയേണ്ടി വന്ന 8 പേർ, അനാഥരായ ശരീരങ്ങളായി കഴിയേണ്ടി വന്ന 8 പേർക്ക് ഒരുപോലെ അവർക്ക് യാത്രയയപ്പ് നൽകുന്നത്. ഇവർ ഏതൊക്കെയോ സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് മുൻപ്. ഇവർ ഏതൊക്കെയോ വിശ്വാസ പ്രമാണങ്ങളിൽ ജീവിതം മുന്നോട്ട് പോയിരുന്നവരായിരുന്നു മുൻപ്. ഒരുപക്ഷെ അവരിൽ തന്നെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. അവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അവരാരൊക്കെയാണ് എന്നറിയില്ല. അവരെയാണ് ഒരുമിച്ച് സംസ്കരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 8 പേരെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. തിരിച്ചറിയാനാകാത്ത ഒരുപാട് മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രിയിലുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് സംസ്കരിക്കാമെന്നുള്ളതായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ പിന്നീട് ചിലരെയൊക്കെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പിന്നീട് വന്നതുകൊണ്ടാണ് ആദ്യം 8 പേരെ മാത്രം സംസ്കരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ളവരുടെ സംസ്കാരം നാളെ നടക്കും. പ്രത്യേകം തയ്യാറാക്കിയ പ്രോട്ടോകോൾ പ്രകാരമാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അവസാനമായുള്ള മറ്റ് ചടങ്ങുകൾ നടത്തിയ ആളുകളെയും നമ്മൾ കണ്ടതാണ്. അവർ ഈ PPE കിറ്റൊക്കെ ധരിച്ച് കൃത്യമായ മാർഗനിർദ്ദേശത്തിൻ്റെ പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കുഴിമാടത്തിലേക്ക് ഇറങ്ങിയത്. സന്നദ്ധ പ്രവർത്തകർ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ സജീവമായി ഉണ്ട്. അവർ ഇപ്പോൾ ഈ യാത്രയയപ്പിലും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സേവനം ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ ഉണ്ട്. അവരൊക്കെയും ആരെയാണ് യാത്രയാക്കുന്നത്, ആരെയാണ് തങ്ങൾ രക്ഷിക്കുന്നത്, ആരുടെ കണ്ണീരാണ് തങ്ങൾ ഒപ്പുന്നത് എന്നറിയാതെ ആ മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ്. മാനവികതയുടെ വലിയ സന്ദേശം ഈ മണ്ണ് ഇപ്പോൾ പകർന്നു നൽകുകയാണ്. ആ നിലയിൽ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കൂടി അവിടെ കാണുകയാണ് സച്ചിൻ.
എല്ലാവരും ഒന്നാണ്, എല്ലാ മനുഷ്യനും അവസാനം മടങ്ങേണ്ടത് ഇത്രമാത്രമായി ആണ്. അവിടെ മറ്റ് വേർതിരിവുകളൊന്നുമില്ല. പണത്തിൻ്റെ വേർതിരിവില്ല, ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല, സംസ്കാരത്തിൻ്റെ വേർതിരിവില്ല. അങ്ങനെ ഒന്നുമില്ലാതെ മനുഷ്യൻ ഒരുമിച്ച് മടങ്ങും എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പകരുന്നത്. അങ്ങനെ മാനവികതയുടെ കൂടി വലിയ സന്ദേശമായത് മാറുന്നുണ്ട്. ഇപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ആ കല്ലുകളിൽ ചില നമ്പറുകൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. എങ്ങനെയാണ് സച്ചിൻ മറ്റു കാര്യങ്ങൾ? അസിത, 2019 കണ്ണീരണിയിച്ച പുത്തുമല വീണ്ടും ഈ 2024 വീണ്ടും കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുക്കളെയാണോ അതോ കൂടപ്പിറപ്പിനെയാണോ എന്ന് പോലും, സുഹൃത്തുക്കളെയാണോ എന്ന് പോലും അറിയാതെ നിരവധി മേപ്പാടി നിവാസികളാണ് ഈ മേഖലയിൽ എത്തിയത്. അവരുടെ ഉറ്റ ബന്ധുക്കളാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത 8 മൃതദേഹങ്ങളാണ് ഇന്നിവിടെ സംസ്കരിച്ചത്. ആരുടേതെന്ന് അറിയാതെ അവർ ചിലപ്പോൾ അസിത നേരത്തെ പറഞ്ഞതുപോലെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാകാം, അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ അറിയാത്തവരാകാം. എന്നാൽ പോലും ആരാണെന്ന് അറിയാത്തവർ ഒരുമിച്ച് ഈ പുത്തുമലയുടെ താഴ്വാരത്ത് അന്തിയുറങ്ങുകയാണ്. കൃത്യമായ രീതിയിലുള്ള സംസ്കാരമാണ് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അസിത പറഞ്ഞതുപോലെ തന്നെ ഈ കുഴിമാടത്തിൽ നാട്ടിയ കല്ലുകളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ രേഖകളടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നമ്പർ, ഓരോ മൃതശരീരത്തിനും നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറാണ് ഈ കല്ലുകളിൽ രേഖപ്പെടുത്തുന്നത്. ആ രേഖപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നമ്പർ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി എന്തെങ്കിലും ആക്ഷേപമോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉണ്ടായാൽ ഈ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുക. കാരണം അതിൽ പോസ്റ്റ്മോർട്ടം നടപടികളുടെയും DNA സാമ്പിളിന്റെയും അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ രേഖാവശമുണ്ട്. അവർ ഓരോ ബോട്ടിലും അതിന്റെ ഒരു കോപ്പി ഈ മൃതശരീരത്തോടൊപ്പം കുഴിമാടത്തിൽ വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എന്തെങ്കിലും പരാതികളോ ആരോപണങ്ങളോ ഉണ്ടായാൽ ആ കുഴിമാടം ചെയ്തുകൊണ്ട് വീണ്ടും പരിശോധന നടത്താനുള്ള അടക്കം കാര്യങ്ങൾ കൃത്യമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആണ് ഈ സംസ്കാരം നടത്തിയത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തകരെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. കാരണം മേപ്പാടിയിൽ ദുരന്തമുണ്ടായ അന്ന് മുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും തിരച്ചിലിലും നേതൃത്വം നൽകിയ DYFI അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. DYFIയും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും ഒക്കെ പ്രവർത്തകർ ഈ സംസ്കാര ചടങ്ങിൽ മുഴുവൻ സമയവും ബോഡി മൃതദേഹം ഈ കുഴിമാടത്തിൽ വെക്കുന്നത് വരെ അവരാണ് നേതൃത്വം നൽകിയത്. തുടക്കത്തിൽ 9:45 ഇവിടെ ആദ്യത്തെ ആംബുലൻസ് എത്തുകയും മൃതദേഹം ഈ താൽക്കാലികമായി ഒരുക്കിയ പന്തലിൽ എത്തിച്ചു. 10 മണിയോടുകൂടി മുഴുവൻ 8 മൃതദേഹങ്ങളും ഈ താൽക്കാലിക പന്തലിൽ എത്തിക്കുകയും ആദ്യമായി സർവമത പ്രാർത്ഥനയാണ് നടന്നത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ആദരവോടുകൂടിയുള്ള 4 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണ ആദരവ് നൽകി മന്ത്രി MP രാജേഷ്, OR കേളു, K രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും P സിദ്ദിഖ് MLA, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ സംസ്കാര ചടങ്ങിൽ പുത്തുമലയിൽ എത്തിയിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ സർവമത പ്രാർത്ഥനയാണ് അതിൽ എടുത്തു പറയേണ്ടത്. കാരണം ഇവർ ഏത് മതത്തിൽപ്പെട്ടതാണോ ഏത് ജാതിയിൽപ്പെട്ടതാണോ എന്ന് പോലും അറിയാതെ ഈ ദുരന്തം കവർന്ന ജീവനുകളാണ്. ആ ജീവനുകൾക്ക് ഒരു അനാദരവും ഉണ്ടാവാൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശം കൃത്യമായി ഇവിടെ പാലിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി 3 മതനേതാക്കളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു. യാതൊരുവിധ തർക്കങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ കൃത്യമായ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ചടങ്ങുകളും പുരോഗമിച്ചത്. ആ 8 പേരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതിന്റെ അവസാന ഘട്ട പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റിൽ കല്ല് ഈ കുഴിമാടത്തിൽ സ്ഥാപിച്ച കല്ലിൽ നമ്പർ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ ചാലിയാർ പുഴയുടെ ഭാഗത്തും അതുപോലെ തന്നെ പുത്തുമലയുടെ എല്ലാ മേഖലകളിലും ദുരന്തമുണ്ടായ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലയിലും വലിയ രീതിയിലുള്ള പരിശോധനകളാണ് നടന്നത്. ഇന്ന് 2 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇന്ന് അവസാനം ലഭിച്ച മൃതദേഹമാണ് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹവും ചീഞ്ഞാളി
അവസ്ഥയിലായിരുന്നു. അതിനാൽ അതും ഇന്ന് സംസ്കരിക്കാം എന്ന ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിനാൽ 9 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കാം എന്നൊരു ആദ്യഘട്ട തീരുമാനം എടുത്തിരുന്നു. പിന്നീടാണ് ആ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അതിനാൽ തന്നെ 8 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിച്ചു. ബാക്കിയുള്ള മൃതദേഹങ്ങൾ നാളെ വൈകിട്ട് 4 സംസ്കരിക്കുമെന്നാണ് മന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇന്ന് 30ഓളം കുഴികളാണ് ഈ പുത്തുമലയുടെ താഴ്വാരത്ത് എടുത്തിട്ടുള്ളത്. അത് മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടുള്ള കുഴികളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 6 അടി മണ്ണിൽ ആ 8 പേരും അന്തിയുറങ്ങുന്നു. ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേലിക്കെട്ടുകൾക്കപ്പുറം കേരളം ഒന്നാകെ അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഭൂമിയിൽ അവസാനഘട്ട സംസ്കാരവും നടത്തി പൂർത്തീകരിച്ചത്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരടക്കം എല്ലാ ഈ സംസ്കാരം നടത്തിയ ഭാഗത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. അവരെ ശരി സച്ചിൻ, ആ നിലയിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. എല്ലാവരുടെയും സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും ഒരേ ആദരവ്, അർഹിക്കുന്ന തരത്തിൽ എല്ലാവർക്കും ഒരേ ആദരവ് നൽകി ഈ നാട് അവർക്ക് വിട നൽകുകയാണ്. 8 പേരുടെയും സംസ്കാരം പുത്തുമലയിൽ പൂർത്തിയായതിന്റെ വിവരങ്ങൾ സച്ചിൻ പങ്കുവയ്ക്കുന്നു. ഇപ്പോഴും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ തുടരുന്നുണ്ട്.